തേനീച്ചപ്പെട്ടികളിൽ ഇപ്പോൾ നമ്മൾ സീസൺ ആരംഭിച്ചിരിക്കുന്നതിനാൽ ഇനിയിപ്പോൾ മടിയൻ്റെ മുട്ടകൾ ക്യൂവിന് അധികം ഇടാൻ സാധ്യതയില്ല. അതുപോലെ ഇപ്പോൾ അവർ കൂടുതൽ തേനാണ് കൊണ്ടുവരുന്നത്. കൂട്ടിലൊക്കെ ഒന്ന് കയറുന്ന ഈച്ചകളെല്ലാം തന്നെ തേൻ കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത്. പൂമ്പൊടി ഇപ്പോൾ അധികം കൊണ്ടുവരുന്നില്ല. കാരണം തേനിൻ്റെ ലഭ്യത കൂടിയതുകൊണ്ട്, തേൻ കൂടുതൽ കൊണ്ടുവരുന്നതുകൊണ്ട് ഇനിയിപ്പോൾ റാണി മടിയന് മുട്ടയിടുകയോ ഈച്ചകളെ മുട്ടയിടുന്നതിൻ്റെ എണ്ണം കുറയ്ക്കും. കാരണം താഴെയുള്ള ബ്രൂഡ് ചേമ്പറിലും തേൻ നിറയ്ക്കാനുള്ള സാധ്യതകളുണ്ട്. റാണിയുടെ മുട്ടയിടയിലും കുറയും അതോടുകൂടി. അപ്പം ക്യൂൻസെല്ല് ഇനിയിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ബ്രൂഡ് അടിയിൽ നിന്ന് നോക്കിക്കഴിയുമ്പോൾ ക്യൂൻസെല്ലുകളുടെ ഒന്നും ആരംഭം മുട്ടിക്കുന്നത് കാണുന്നില്ലെങ്കിൽ ഇനി തൊട്ട് നമ്മൾ ബ്രൂഡ് ചേമ്പർ നോക്കി സമയം കളയേണ്ടതില്ല. ഇനിയിപ്പം നമ്മൾ തേനെടുക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ വരുത്തിയാൽ മതിയായിരിക്കും. അപ്പോൾ ഈച്ചകൾ ഇത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ധാരാളം ഈച്ചകൾ വെളിയിലേക്ക് പോകുന്നു. എല്ലാം തന്നെ ഫീൽഡ് വർക്കേഴ്സാണ്. ഏതാണ്ട് 1 മിനിറ്റിൽ ഒരു 300 ഈച്ചകൾ വെളിയിലേക്ക് പോകുന്നു. അത്ര ഈച്ചകൾ തന്നെ അകത്തേക്ക് കയറുന്നു. അത് തേൻ കൊണ്ടേ വെക്കുന്നു. അതുപോലെ തന്നെ ഈച്ചകൾ തിരിച്ചു വന്ന് കയറുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിപ്പം സൂപ്പർ അത്യാവശ്യം 1 or 2 കൂടി കൊടുക്കാമെങ്കിൽ ഈച്ചകൾ വർദ്ധിച്ച് വരുന്നതനുസരിച്ച് നമുക്ക് അത്രയും കൂടെ തേനെടുക്കാൻ സാധിക്കും. എല്ലാ കോളനികളിലും തന്നെ വർക്ക് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണ് കാണിക്കുന്നത്. ഉച്ചയ്ക്കൊക്കെ മൂടലുണ്ടെങ്കിലും മഴയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നില്ലാത്തതിനാൽ നമുക്ക് നല്ല ഒരു വിളവെടുപ്പ് തന്നെ പ്രതീക്ഷിക്കാം. ഇവിടെയൊക്കെ ചില റബ്ബറിൻ്റെയൊക്കെ ഇലകൾ കുറച്ച് പൊഴിഞ്ഞു പോയെങ്കിലും ബാക്കി ഇലകളൊക്കെ നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. പെട്ടികൾ